ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു മലബാർ സ്റ്റൈൽ കിണ്ണത്തപ്പമാണ് കേട്ടോ. കിണ്ണത്തപ്പം പല സ്ഥലത്തും പല രീതിയിലാണ് ചെയ്യുക. ഇപ്പോൾ തൃശ്ശൂർ സ്റ്റൈലിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ബാറ്ററൊക്കെ വളരെ തിന്നാക്കി സ്റ്റീം ചെയ്തെടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ മലബാർ സ്റ്റൈലിലുള്ള ഈ കിണ്ണത്തപ്പം നമ്മൾ ചെയ്യുന്നത് വളരെ ഡിഫറെൻ്റായി ഒരു ഹൽവയൊക്കെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിലൂടെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. വളരെ ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ എളുപ്പമാണ്, പക്ഷേ കുറച്ച് സമയം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്കപ്പോൾ എങ്ങനെയാണ് ഈ അടിപൊളി റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കി വെക്കാം കേട്ടോ. അതിന് ഞാനിപ്പം 400 ഗ്രാം ശർക്കര ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് പൊട്ടിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉരുക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ പൊട്ടിക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് കറക്റ്റ് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കുക. ഇങ്ങനെ ഒരു നൂൽ പരുവൊന്നും ആവണ്ട, ജസ്റ്റ് ഇത് ഉരുക്കി ഇതിൻ്റെ കല്ലും മണ്ണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മളിതൊന്ന് ഉരുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഉരുകി വന്നാൽ മാത്രം മതി. അപ്പം ഞാൻ ആ ശർക്കരയൊക്കെ അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് എല്ലാം ഉരുകി കിട്ടിയിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. എല്ലാം ഉരുകിയിട്ടുണ്ടേ. നമ്മളപ്പോൾ ഉരുക്കിയ ശർക്കര അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തണുത്ത് വരട്ടെ. ആ സമയം കൊണ്ട് ഇത് കടലപ്പരിപ്പാണ്. 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് എടുത്ത് വേവിച്ചതാണ്. വേവിക്കാമെന്ന് പറഞ്ഞൊരു 3/4 വേവ് മതിയാവും കേട്ടോ. ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടി വരണം, ഇതേപോലെ വേണം വേവിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരു 3/4 വേവ് മതിയാവും. ബാക്കി നമ്മൾ ഇതിൻ്റെ കൂടെയിട്ട് ഇളക്കുമ്പോൾ ശരിയാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം എടുത്ത് വെക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റവിലൊന്നല്ല, വെറുതെ ഇങ്ങനെ ഫ്ലോറിൽ അതിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ, മാറ്റിൽ. അപ്പോൾ ഇനി അതിലേക്ക് 1 കപ്പ് പത്തിരിപ്പൊടി, നമ്മൾ ഇതിനൊക്കെ എടുക്കില്ലേ, ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി, ആ പൊടി അല്ലെങ്കിൽ പത്തിരിക്ക് എടുക്കുന്ന പൊടി, അങ്ങനെ നൈസായിട്ടുള്ള പൊടി 1 കപ്പ് എടുക്കാം. ഇനി നമുക്ക് ഉരുക്കി വെച്ച ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുക്കിയ ശർക്കര ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ തണുത്ത് വന്ന ശർക്കര 2 കപ്പ് ഉണ്ട്, അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 1 കപ്പ്, ഇനി അടുത്തൊരു കപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. അടുത്ത കപ്പ് ശർക്കരയും കൂടി. അപ്പോൾ നമ്മൾ ആ ഉരുക്കിയെടുത്ത് മാറ്റി വെച്ച് കറക്റ്റ് 2 കപ്പായിരുന്നു, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ആ ശർക്കര ഉരുക്കിയത് ചേർത്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് 3 കപ്പ് തേങ്ങാപ്പാലുണ്ട് കേട്ടോ. 250 ml കപ്പിൽ 3 കപ്പാണ് തേങ്ങാപ്പാൽ. ഇത് 1.5 തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ള പാൽ, 2ാം പാലും 3ാം പാലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പാലാണ് കേട്ടോ. ഇനി 1/2 കപ്പ് 1ാം പാൽ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2ഉം 3ഉം പാലാണ് ഇതിൽ 3 കപ്പ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൽ ഒട്ടും തന്നെ കട്ടകളില്ലാതെ എല്ലാം നന്നായിട്ട് ഇളക്കിയെടുക്കുക. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിന് ശേഷം ഒരല്പം ഉപ്പ്, ഈ മധുരം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള അത്രയ്ക്കും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒട്ടും തന്നെ കട്ടകൾ ഉണ്ടാവാൻ പാടില്ലേ. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കിനിത് അടുപ്പിലേക്ക് മാറ്റാം. അപ്പം ഞാനിത് അടുപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. തീ ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് കട്ട പിടിച്ച് വരും. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈ എടുക്കാതെ തന്നെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടിക്ക് പിടിച്ച് പോവും. അപ്പം ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഇനി ഇപ്പം ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ ഇങ്ങനെ കട്ട പിടിച്ചിട്ടൊന്നും വന്നിട്ടില്ല. ഈ സ്ട്രക്ചറിൽ വരികയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കട്ട പിടിച്ചതാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആവും, പക്ഷേ എന്നാലും ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത 2 കപ്പ് ശർക്കരയും അതുപോലെ 3 കപ്പ് 2ാം പാലും 3ാം പാലും കൂടിയിട്ടുള്ള പാലും കറക്റ്റായിരുന്നു. അപ്പോഴാണ് അത് ഈ ഒരു സ്ട്രക്ചറിൽ വന്നിട്ടുള്ളത് കേട്ടോ, കട്ട പിടിക്കാതെ തന്നെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ കുറുകി വരുന്ന സമയത്ത് നമുക്കിനി 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ച 1 കപ്പ് 1ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടലപ്പരിപ്പില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഞാൻ വേവിച്ചതാണ്. അതായത് ഒരു 3/4 വേവിലാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടോ അതുപോലെ കിസ്മിസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. സാധാരണ ഇങ്ങനെ കിണ്ണത്തപ്പത്തിൽ നമ്മളങ്ങനെ ചേർക്കാറില്ല. ഇനിയിപ്പോൾ അങ്ങനെ കടിക്കുന്നതൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇത് അങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ആയിട്ടൊന്നുമില്ല കേട്ടോ, ഇനി ഒരുപാട് സമയം ഇളക്കണേ. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് കുറുകി വന്നതേ ഉള്ളൂ. ഇനിയാണ് നമ്മൾ കൈയെടുക്കാതെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇളക്കിയെടുക്കണം. അപ്പോൾ ഒന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആദ്യം ഇപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കാം. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുള്ളവരാണെങ്കിൽ നെയ്യ് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒഴിക്കുമ്പോഴാണെങ്കിലും ആദ്യം 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് 2 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയൊക്കെ ഇത് നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ എണ്ണയുടെ അംശങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഏകദേശം ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 20 മിനിറ്റ്സോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു പരുവത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പോൾ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന്. പക്ഷെ ഇതായിട്ടില്ല കേട്ടോ, ഇനിയും ഒരുപാട് സമയം എടുക്കും ഇതാവാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് എങ്ങനെയാണ് ഇതായെന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ബൗളോ എന്തെങ്കിലും എടുക്കുക. ഇപ്പം ഞാനിതാ ഒരു മെഷർമെൻറ്റിൻ്റെ ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതിലിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടോ ഇതിലാകെ ഒട്ടിപ്പിടിച്ചേക്കുന്നത്. അപ്പോൾ കറക്റ്റ് പരുവാണെങ്കിൽ ഇതുമ്മിലിങ്ങനെ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അതാണ് അതിൻ്റെ നമ്മൾ നോക്കാൻ നമുക്ക് ഈസി ആയിട്ട് ഇതായോ ഇല്ലേ എന്നുള്ളത് അറിയാനുള്ളൊരു ഒരു കുഞ്ഞ് ടിപ്പാണ് കേട്ടോ ഇത്. ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. കറക്റ്റായിട്ട് അത് ആയിട്ടുണ്ടെങ്കിൽ ഇതും ഈ സ്റ്റീൽ പാത്രത്തിലേക്ക് അത് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ നേരത്തെ ഒഴിച്ചു കൊടുത്ത നെയ്യും ഇപ്പോൾ ഇവിടെ മുഴുവനും തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും ഇതായിട്ടൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ഒരു മലബാർ സ്റ്റൈലിലുള്ള കിണ്ണത്തപ്പം ആയതുകൊണ്ടാണ് ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. പല സ്ഥലങ്ങളിലെയും കിണ്ണത്തപ്പം പല രീതിയിലാണ് ചെയ്യുക. ഇപ്പോൾ തൃശ്ശൂർ സ്റ്റൈലിലാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ മിക്സ് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ആ ഉണ്ടാക്കിയതിനേക്കാൾ അത് ഒന്നും കൂടെ തിന്നായിട്ടാണ് അതിൻ്റെ മിക്സ് ആക്കിയിട്ട് നമ്മളൊരു കിണ്ണത്തിലൊഴിച്ച് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇതുപോലെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ഒരു തൃശ്ശൂർ സ്റ്റൈലിലുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു മലബാർ രീതിയിലായ കാരണം കൊണ്ടാണ് ഈ ഒരു പ്രൊസീജിയർ വന്നിട്ടുള്ളത്. ഇത് ഏകദേശം നമ്മളൊരു ഹൽവയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഈ മലബാർ രീതിയിലുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഈ ചെയ്തെടുക്കുന്നതിന് നമുക്ക് കുറച്ച് സമയം എടുക്കും, പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെ കിണ്ണത്തപ്പം ഇപ്പോൾ ഇവിടെ ഒരുവിധം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും ആയിട്ടില്ല. അപ്പം നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത എണ്ണ, നെയ്യും അതുപോലെ വെളിച്ചെണ്ണയും ഇതിനകത്തേക്ക് ഒഴിച്ച തേങ്ങാപ്പാലില്ലേ, അതിൽ നിന്നൊക്കെ എണ്ണ സെപ്പറേറ്റ് ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോഴാണ് അത് ആയി തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. ഇനി ഇതിലിട്ട് കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് നന്നായിട്ട് ആക്കിയെടുക്കണം. ഇപ്പം നമ്മളുടെ കിണ്ണത്തപ്പം ഇവിടെ ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് കണ്ടോ എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വീണ്ടും ആ ഒരു സ്റ്റീലിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നോക്കുക. കണ്ടോ ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല, അതിൽ എണ്ണയാണ് വന്നേക്കുന്നത്. കണ്ടോ ഈ ഒരു പാകമാണ് ഇതിൻ്റെ കറക്റ്റ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മളിത് പാകമായോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇപ്പം ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എണ്ണ തടവിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഉടനെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങനെ കറക്റ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ സെറ്റായി കിട്ടില്ല. നമുക്കപ്പോൾ ഞാനൊരു കേക്ക് ടിന്നിലാണ് കേട്ടോ എണ്ണ തടവി വെച്ചിട്ടുള്ളത്. ഇനി ഇത് ഉടനെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം.
ചൂടോട് കൂടി തന്നെ കറക്റ്റ് നമ്മളത് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ഇനി കട്ട് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ അത് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ മാക്സിമം നമ്മളെക്കൊണ്ട് പറ്റാവുന്ന പോലെ കറക്റ്റായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മിക്കവാറും ഇതിൻ്റെ മുകളിൽ ആ എണ്ണ അതിനകത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയും അതുപോലെ തേങ്ങാപ്പാലിൽ എണ്ണയൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ പുറത്തേക്ക് വരുവേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ടിഷ്യൂ ഉണ്ടെങ്കിൽ പതുക്കെ ഒന്ന് ഒപ്പിക്കൊടുക്കാം. അപ്പോൾ എക്സസ് ആയിട്ടുള്ള എണ്ണ മുഴുവനും ആ ടിഷ്യൂവിലേക്ക് പോരും കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായി തണുത്തതിന് ശേഷം മുറിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തണുത്ത് വരട്ടെ കേട്ടോ. ഇതാ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതൊരു വേറെ പാത്രത്തിലേക്ക് എടുക്കാം. ഇതാ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ്. നമ്മൾ അടിപൊളി കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരേ. ഇതാ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാ ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ കിണ്ണത്തപ്പം. നല്ല അടിപൊളിയായിരിക്കേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.